ഇന്ന് നമുക്കൊരു റോൾഡ് ഹെം എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ. ഇപ്പോൾ ചുരിദാർ ടോപ്പിൻ്റെ താഴ്ഭാഗം നമുക്ക് റോൾഡ് ഹെം ചെയ്യാനായിട്ട് ഈ നോർമൽ ഫുട്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ട് ഇത് റോൾഡ് ഹെം ഫുട്ടാട്ടോ ഇട്ടേക്കുന്നത്. ഈ ബട്ടൺ നമുക്ക് സീല് നിൽക്കണം. നോർമൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഏലാണ് നിൽക്കുന്നത്. നമുക്ക് റോൾഡ് ഹെം ചെയ്യാനായിട്ട് ഇതിന് തിരിച്ച് നമുക്ക് സീലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ബട്ടൺ നമുക്ക് 2-ൽ ഇട്ട് കൊടുക്കണം. പിന്നെ ഇവിടെ കണ്ടോ, ഈ കാണുന്ന ഓരോ ഡിസൈനാണ്. അപ്പോൾ നമുക്ക് സിഗ്സാഗ് ചെയ്യാനായിട്ട് ഈ റോൾഡ് ഹെം ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സി ആട്ടോ. അപ്പോൾ നമുക്ക് അതാണ് സീയിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് സീല്, ഇത് 2-ൽ. ഈ ടെൻഷൻ നമുക്ക് 3 എടുക്കണം കേട്ടോ. ഈ ടോപ്പിൻ്റെ താഴ്ഭാഗം നമുക്ക് റോൾഡ് ഹെം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് സീലിടുക, ഇത് 2-ലിടുക, ഇത് 3-ലിടുക, റോൾഡ് ഹെം ഫുട്ട് ഇടുക കേട്ടോ. അതിനുശേഷം നമുക്ക് കുറച്ചത് ഇങ്ങനെ തയ്ച്ച് വയ്ക്കണം. ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒന്നുകൂടെ മടക്കി നമ്മളിതിങ്ങനെ ചെറുതായിട്ട് തയ്ച്ചിട്ട് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മളിത് ഇങ്ങനെ കയറ്റി ഇതിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ നിൽക്കണം. അല്ല, ഈ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ നിന്നാലാണ് കറക്റ്റ് റോൾഡ് ഹെമ്മായിട്ട് നിൽക്കുന്നത്. ഇത്തിരി ഇങ്ങനെ ഉയർത്തി കൊടുക്കണം. നമ്മൾ ആദ്യം സ്റ്റിച്ച് ജസ്റ്റ് തുടങ്ങി വെച്ചാൽ വേറൊരു ക്ലോത്തിലേക്ക് തുടങ്ങി വെച്ചാൽ മതി. ഇതിങ്ങനെ പൊന്തിച്ച് കൊടുക്കണം. ഈ ഫുട്ടിൻ്റെ ഇടയിലൂടെ കണ്ടോ, ഇങ്ങനെ തന്നെ നിൽക്കണം കേട്ടോ. നമ്മൾ ചെയ്തേക്കുന്നുണ്ടോ, കണ്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ റോൾഡ് ഹെമ്മ. ഓക്കെ.